നമസ്കാരം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകളെന്ന് പറയുന്നത് ജൂൺ 4-നെ കുറിച്ചാണ്. ജൂൺ 4-ൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചിട്ടുള്ള ചൂടേറിയ ചർച്ചകളാണ്. കേരളം കനത്ത മഴയിലകപ്പെടുമ്പോഴും എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടൊക്കെ കൊണ്ട് നിറയുമ്പോഴും കേരളത്തിൻ്റെ ചൂടേറിയ ചർച്ചയെന്ന് പറയുന്നത് ഭാരതത്തെ ആരു നയിക്കും എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വസ്തുത തന്നെയാണ്. ഭരണമാറ്റമുണ്ടാകും എന്ന് ചില മാധ്യമങ്ങൾ പറയുമ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് വാദിക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ തലകറങ്ങി വീണ പ്രതിരോധ മന്ത്രിയെപ്പോലുള്ള മന്ത്രിമാരല്ല ഈ നാടിനെ ഇനിയും മുന്നോട്ട് നയിക്കാൻ യോഗ്യരെന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ജനത വിധിയെഴുതിയ ഈ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ചിത്രം എന്തായിരിക്കും എന്നുള്ളത് നാം കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുകയാണ്. ഭാരതമെന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് ഒരു സ്വതന്ത്ര ഭൂപ്രദേശമാണ്. ഈ നാട് സ്വതന്ത്രമാക്കുന്നതിന് മുമ്പ് നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ ഈ നാടിൻ്റെ വൈഭവത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ഈ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ തടയുവാൻ വേണ്ടിയിട്ട് വൈദേശിക ശക്തികൾ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട് 1947 സ്വതന്ത്ര ഭാരതമായിട്ട് മാറിയെങ്കിലും ഈ നാട് നേരിട്ട ദുരന്തമെന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ മതഭീകരവാദികളാൽ ഈ നാടിനെ വെട്ടിമുറിച്ച് മതാധിഷ്ഠിത ഭൂപ്രദേശങ്ങളാക്കി മാറ്റിക്കൊണ്ടുപോയ ഒരു ചരിത്രവും ആ കൈപ്പേറിയ ചരിത്രവും പേറുന്ന ഒരു ഭൂമി കൂടിയാണ് നമ്മുടെ ഭാരതം. ഈ ഭാരതത്തിൽ ഇന്ന് ഈ നാടിനെ വെട്ടിമുറിക്കുവാൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ പേരിൽ വിഷം കലർത്തിയിട്ട് ഈ നാടിൻ്റെ ദേശീയതയുടെ കടക്കൽ കത്തിവെച്ച ആ മത തീവ്രവാദികളൊക്കെ തന്നെ ഇന്നും വളരെ ഫലഭൂയിഷ്ടമായിട്ട് വളരാൻ സാധിക്കുന്ന മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതേതരത്വത്തിൻ്റെ മുഖം മൂടിയെടുത്തണിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഈ നാട്ടിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ നാടിൻ്റെ ദേശീയതയെ തകിടം മറിക്കുന്ന തരത്തിലേക്ക് ഈ നാടിൻ്റെ ഭരണ സംവിധാനം എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക്, ഈ ഭാരതത്തിൻ്റെ ജനതയുടെ മുന്നിലേക്ക് തെറ്റിദ്ധാരണ പുലർത്തുന്ന ഇത്തരത്തിലുള്ള പല ചർച്ചകളും കൊണ്ടെത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ നാടിനെ നയിക്കേണ്ടത്? ഇത് കൃത്യമായിട്ട് ഭാരത ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകിട്ടാണെങ്കിലും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ നാടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ജനവിധി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുവാൻ വേണ്ടിയിട്ട് കുറച്ചു നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് അതിൻ്റെ പച്ചപരമാർത്ഥം. ഈ നാടെന്ന് പറയുന്നത്, ഭാരതമെന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പുണ്യഭൂമി തന്നെയാണ്. മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആ നാമം കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയുടെ തരംഗം തന്നെയാണ് ഭാരതത്തിൽ അലയടിക്കുന്നത് എന്നുള്ളത് ആർക്കാണ് സംശയം? അതുപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഭവ്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഏതൊരു ഹൈന്ദവനാണ് ആഗ്രഹിക്കാത്തത്? ഇസ്ലാം ജിഹാദികളാൽ തകർക്കപ്പെട്ട കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ആഗ്രഹിക്കുന്ന ഹൈന്ദവരാണ് ഈ ഭാരതത്തിൽ ജീവിക്കുന്ന കോടാനുകോടി ഹൈന്ദവരെന്ന് ആർക്കാണ് തിരിച്ചറിഞ്ഞൂടാത്തത്? മധുര ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഭവ്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അനിവാര്യമായിട്ടുള്ള വസ്തുത തന്നെയാണ്. ഹൈന്ദവ ഏകീകരണത്തിലൂടെ, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിലൂടെ ഈ നാടിൻ്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഈ നാട്ടിൽ ഭരണം നടത്തേണ്ടത് എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും.